റബ്ബറിന് പ്രതിസന്ധി ഉണ്ടാകാൻ കാരണം ഇറക്കുമതി തന്നെയാണ്. ഈ ഇറക്കുമതി തന്നെ എന്തുകൊണ്ട് ഇത്ര അവിടെ നിന്ന് അന്താരാഷ്ട്രീയ വില തീരെ കുറഞ്ഞു പോയി? എന്തുകൊണ്ട് കുറഞ്ഞു? കഴിഞ്ഞ ഒരു 6-7 വർഷമായിട്ട് 2008 മുതൽ നിലവിലിരിക്കുന്ന ലോക സാമ്പത്തിക മാന്ദ്യം, ആ മാന്ദ്യം കാരണം പാശ്ചാത്യ രാജ്യങ്ങളിലെ റബ്ബർ ഉപഭോഗം കുറഞ്ഞ് റബ്ബറിന് ഡിമാൻഡ് കുറഞ്ഞു. അതേസമയത്ത് ഇപ്പോൾ ഉടനെ പ്രതിസന്ധി ഉണ്ടാകാതിരുന്നതിന് കാരണം ചൈനയുടെ ഡിമാൻഡ് വളരെ ഉയർന്ന് നിലനിർത്താൻ അവർക്ക് കഴിഞ്ഞു. നിർഭാഗ്യവശാൽ കഴിഞ്ഞ 2-3 വർഷമായിട്ട് ചൈനയിലും ചെറിയ സാമ്പത്തിക മാന്ദ്യം ബാധിച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ റബ്ബർ ഇന്ന് ഉപയോഗിക്കുന്നത് ചൈനയാണ്. ആ ചൈനയിൽ ഈ ഉപഭോഗം കുറഞ്ഞുപോയി. കുറഞ്ഞപ്പോഴാണ് അന്താരാഷ്ട്രീയ വിപണിയിൽ റബ്ബറിൻ്റെ ഒരു 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 റബ്ബർ കുന്നുകൂടിയതും ആ കുന്നുകൂടിയതിൻ്റെ ഫലമായിട്ട് ഡിമാൻഡ് കുറഞ്ഞു, വില ഇടിയുകയും ചെയ്തു. ആ വില ഇടിഞ്ഞ തക്കം നോക്കി നമ്മുടെ വ്യവസായികൾ അപരിമിതമായ ക്വാണ്ടിറ്റി ഇറക്കുമതി ചെയ്തു. വാസ്തവത്തിൽ മുൻപൊക്കെ ഓരോ കൊല്ലവും, അത് 94-ലും ഒക്കെ ഈ അടുത്ത കാലം വരെ എങ്ങനെയായിരുന്നു, മൊത്തം ഉൽപ്പാദനം എന്തുമാത്രമുണ്ട്, വ്യവസായങ്ങൾക്ക് എന്തുമാത്രം ആവശ്യമുണ്ട്, അതിലെന്തെങ്കിലും കുറവുണ്ടോ, ഉണ്ടെങ്കിൽ ആ കുറവ് മാത്രം നികത്താൻ വേണ്ടി ഇറക്കുമതി ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. അത് റബ്ബർ ബോർഡിനകത്ത് തന്നെ വ്യവസായികളുടെയും കർഷകരുടെയും പ്രതിനിധികളും എല്ലാവരും കൂടെ ആലോചിച്ച് ഒരു കോൺസെൻസസ് ഡിസിഷൻ, ഒരു സമന്വയ തീരുമാനമെടുത്ത് അത് കേന്ദ്ര ഗവൺമെൻറ്റിന് സമർപ്പിച്ച് കേന്ദ്ര ഗവൺമെൻറ്റും അംഗീകരിച്ച് അങ്ങനെ കൊണ്ടുപോകുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഒരുപക്ഷേ ശ്രീ സ്കറിയ പറഞ്ഞതുപോലെ 1993-ലും 4-ലും ഒക്കെ WTO എഗ്രിമെൻറ്റ് കഴിഞ്ഞ ശേഷം ആ വിഷയത്തിൽ അല്പം ഉദാരവൽക്കരണം ഉണ്ടായി. എങ്കിലും ഇത്രയും നാൾ നമുക്ക് പ്രശ്നം ഉണ്ടാകാതിരുന്നതിന് കാരണം അന്ന് 85% ഉണ്ടായിരുന്ന, അന്ന് മിക്ക ഉൽപ്പന്നങ്ങളുടെയും ഇമ്പോർട്ട് ഡ്യൂട്ടി 85%, 90%, 100%, 125% ഒക്കെ ഉണ്ടായിരുന്നു. ആ സിറ്റുവേഷനിൽ നിന്നും രാജ്യം വളരെയധികം പുരോഗമിച്ചു. ഒരുപാട് അസംസ്കൃത വസ്തുക്കളുടെയും ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെയും എല്ലാത്തിൻ്റെയും ഇമ്പോർട്ട് ഡ്യൂട്ടി കുറഞ്ഞു. അങ്ങനെ കുറഞ്ഞ കൂട്ടത്തിൽ റബ്ബറിൻ്റെയും കുറഞ്ഞെങ്കിലും അന്താരാഷ്ട്രീയ വിപണി വില കുറഞ്ഞ് കഴിഞ്ഞ 2 വർഷത്തിനിടയ്ക്ക് നടന്നതുപോലെ ഇടിവുണ്ടായിരുന്നില്ലായിരുന്നെങ്കിൽ ഇവിടെയും ഇപ്പോഴും വലിയ പ്രതിസന്ധി ഇല്ലാതെ കാര്യങ്ങൾ മുമ്പോട്ട് പോയേനെ. ആ ഇടിവ് നിർഭാഗ്യവശാൽ വന്നു. ആ ഇടിവിൽ നിന്നും മുതലെടുത്ത് വ്യവസായികൾ അനിയന്ത്രിതമായിട്ട് ഒരുപാട് റബ്ബർ ഇറക്കുമതി ചെയ്ത് കുന്നുകൂട്ടി. അപ്പോൾ ഈ ഘട്ടത്തിലായിരുന്നു ഇറക്കുമതി ചുങ്കം. അദ്ദേഹം പറഞ്ഞതുപോലെ ബൗണ്ട് റേറ്റ് എന്ന് പറയുന്നത് ഡ്രൈ റബ്ബറിന് 30%, ലാറ്റക്സിന് 100%. ഇന്നും എന്തിന് നമ്മൾ 20% അല്ലെങ്കിൽ 20 രൂപ, ഇതിലേതാണോ കുറവ് അത് എന്ന നിലയിൽ എന്തിന് ഇറക്കുമതി ചുങ്കം നിലനിർത്തണം? അത് 30% വർദ്ധിപ്പിച്ചാൽ അത്രയുമായി. ലാറ്റക്സിൻ്റെ 100% വർദ്ധിപ്പിക്കാവുന്നതേ ഉള്ളൂ. അതെല്ലാം ചെയ്തിരുന്നെങ്കിൽ ഇന്നും നമുക്ക് കുറേ കൂടെ മെച്ചപ്പെട്ട ഒരു നിലയിലേക്ക് വരുമായിരുന്നു. പിന്നെ അദ്ദേഹം മറ്റൊരു കാര്യം ചൂണ്ടിക്കാണിത്, 150 രൂപയുടെ ചരക്ക് അവർ വാങ്ങിയിട്ട് കേരള സർക്കാർ എന്തു ചെയ്യും? ഇങ്ങനെ പ്രൈസ് സ്റ്റെബിലൈസേഷന് വേണ്ടി വിപണിയിൽ നിന്നും ചരക്ക് സംഭരിച്ചു കഴിഞ്ഞ് പിറ്റേ ദിവസം വിപണിയിൽ കൊണ്ട് വിൽക്കാൻ ശ്രമിക്കുന്നത് മൗഢ്യമായിരിക്കും, കൗണ്ടർ പ്രൊഡക്റ്റീവായിരിക്കും. അതുകൊണ്ട് അങ്ങനെ സംഭരിക്കുന്ന റബ്ബർ കുറച്ച് നാൾ വെക്കണം. കുറച്ച് നാൾ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞ് ഇവിടുത്തെ വ്യവസായികൾക്ക് ഏതാണ്ട് ആ 150 രൂപയ്ക്ക് കൊടുക്കാം. ഇപ്പം തന്നെ ഇമ്പോർട്ട് ഡ്യൂട്ടി 30%, 100% ഡ്രൈ റബ്ബറിനും ലാറ്റക്സിനും യഥാക്രമം അങ്ങനെ വർദ്ധിപ്പിക്കാൻ സാധിച്ചാൽ വിപണി വില ഇന്നുള്ള 120-ൽ നിന്നും 135-ഉം 140-ഉം ഒക്കെ ആകുന്നത് കാണാം. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ PC തോമസ്, ഇപ്പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം നമുക്കറിയാവുന്നതാണ്. താങ്കൾ ഈ മേഖലയിൽ കുറെ കാലമായി ഇടപെടുന്ന രാഷ്ട്രീയ നേതാവുമാണ്. 12 ലക്ഷത്തോളം റബ്ബർ കർഷകരുണ്ട്, നമുക്ക് 3.5 ലക്ഷത്തോളം ടാപ്പിംഗ് തൊഴിലാളികളുണ്ട്, ഏതാണ്ട് 10-15,000-ഓളം റബ്ബർ വിൽപ്പനക്കാരും കച്ചവടക്കാരുമുണ്ട്. ഒരു വലിയ മേഖലയാണ്. വലിയ തോതിൽ കേരളത്തിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് ആ മേഖലയിൽ ഉണ്ടാവുക. ഇപ്പറയുന്നതൊക്കെയാണ് പ്രശ്നങ്ങളെന്ന് നമുക്കറിയാമെങ്കിൽ ഏത് തരത്തിലുള്ള ഇടപെടലാണ് സാധ്യമാവുക? നമുക്ക് വലിയ തോതിൽ കേന്ദ്ര സർക്കാരിൽ സ്വാധീനമുണ്ടായിരുന്ന കാലങ്ങൾ കടന്നുപോയിട്ടുണ്ട്. ഇപ്പോൾ അതല്ല എന്നെല്ലാവർക്കും അറിയാം. രാഷ്ട്രീയമായ സ്വാധീനം കുറവാണ്. കേന്ദ്രത്തിൽ ഇടപെട്ടുകൊണ്ട് കാര്യങ്ങളിൽ തീർപ്പുണ്ടാക്കാം എന്ന് കരുതി നാളെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും അങ്ങോട്ട് പോകുന്നത് ഈ മേഖലയ്ക്ക് ഗുണകരമായ നടപടികളിലേക്ക് കൊണ്ടുചെന്നെത്തിക്കും എന്നെങ്ങനെയാണ് കരുതാനാവുക? അല്ല, എനിക്ക് തോന്നുന്ന അടിയന്തരമായിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, അല്പം ലോങ് ടേം ആയിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളുമുണ്ട്. അടിയന്തരമായിട്ട് ചെയ്യേണ്ടത് 258 260 രൂപ വിലയുണ്ടായിരുന്ന ഈ റബ്ബറിന് ഇപ്പോൾ 120-ഉം അതിനേക്കാൾ താഴെയും, ഇടയ്ക്ക് 90-ൽ താഴെ ലാറ്റക്സിന് അതിനേക്കാൾ താഴെ വരെ വന്നു.
അപ്പോൾ ഇത്രയും താഴ്ന്നിട്ടും എഫക്റ്റീവായിട്ട് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് ഇടപെടാൻ പറ്റുന്നില്ല. ഒരു കാര്യം ശരിയാണ്, ഇവിടെ സൂചിപ്പിച്ചതുപോലെ പണ്ട് നരസിംഹറാവുവിൻ്റെ കാലത്തുണ്ടായിരുന്നത് പോലെ വീണ്ടും ഉണ്ടായി. കഴിഞ്ഞ 2011 നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്, അന്ന് ഭരിച്ചിരുന്ന UPA ഗവൺമെൻറ് പെട്ടെന്ന് ഒരു തീരുമാനമെടുത്തു. 20% ഡ്യൂട്ടി, അത് 7.5% കുറച്ചു. സാധാരണഗതിയിൽ അങ്ങനെ കുറയ്ക്കുന്നതിന് ഒരുപാട് നിയമ നടപടികൾ വേണം. പാർലമെൻറ്റിൽ ചർച്ച ചെയ്തിട്ടില്ല. പാർലമെൻറ്റിൽ സാധാരണ ബഡ്ജറ്റിനോടൊപ്പം കസ്റ്റംസ് താരിഫ് നിയമം കൊണ്ടുവരും. ആ കസ്റ്റംസ് താരിഫ് നിയമം ഭേദഗതി ചെയ്യുന്ന അവിടെയാണ്. അപ്പോൾ ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ അഭിപ്രായം പറയാനും ഭേദഗതി നിർദ്ദേശിക്കുവാനും അതിനെ എതിർക്കുവാനും അല്ലെ സപ്പോർട്ട് ചെയ്യുവാനും ഒക്കെ അവസരമുണ്ട്. അതൊന്നുമില്ലാതെ ബഡ്ജറ്റിൻ്റെ സമയത്തല്ലാതെ കസ്റ്റംസ് താരിഫ് നിയമത്തിൽ പറയുന്ന അതിനകത്ത് സെക്ഷൻസ് 8, 7, 6, 9 ഇങ്ങനെ ഈ 4 സെക്ഷൻസിൽ പറയുന്ന രീതിയിലുള്ള ഒരു നടപടിയും സ്വീകരിക്കാതെ വളരെ വലിയ ധിക്കാരപരമായ ഒരു നടപടിയാണ്. ഏതാനും റബ്ബർ ടയർ ഇൻഡസ്ട്രികളെ സഹായിക്കുവാൻ അവരുടെ വലിയ ഒരു ശക്തമായിട്ടുള്ള സമ്മർദ്ദത്തിന് വഴങ്ങി തീർച്ചയായിട്ടും അഴിമതിയുണ്ട് അതിൽ. ഈ 12.5 ലക്ഷം ചെറുകിടക്കാർ തന്നെയുണ്ട്. മൊത്തം 12 ലക്ഷത്തിൽ കൂടുതലായി. ഇപ്പോഴത്തെ ഗവൺമെൻറ് കണക്കനുസരിച്ച് 12.5 ലക്ഷം ചെറുകിട കർഷകർ തന്നെയുണ്ട്. അതിൽ ഏതായാലും ഏതാണ്ട് 98% കേരളത്തിൽ തന്നെയാണ്. അപ്പോൾ ഇത്രയും കേരളത്തിന് ബുദ്ധിമുട്ടുണ്ടായിട്ട് അടിയന്തരമായിട്ട് കേരള ഗവൺമെൻറ് ചെയ്തത് എന്താ? ഒന്നും ചെയ്തില്ല. കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷൻ വരുന്നതിന് തൊട്ട് മുമ്പ് ഒരു പ്രഖ്യാപനം വന്നു, റബ്ബർ സംഭരിക്കും. എന്നിട്ട് റബ്ബർ സംഭരിച്ചില്ല. 1 രൂപയ്ക്ക് സംഭരിക്കും എന്ന് പറഞ്ഞിട്ട് 10 കോടി രൂപ മാറ്റി വെച്ചാൽ എങ്ങനെ നടക്കും? അതുകൊണ്ട് നടന്നില്ല. സത്യത്തിൽ ഇവിടെ ശ്രീക് സാറും അതുപോലെ ശ്രീ സിരേഖും ഒക്കെ പറഞ്ഞതുപോലെ ഒരു ന്യായവില നിശ്ചയിക്കട്ടെ. ഒരു ന്യായവില നിശ്ചയിക്കാനായിട്ട് റബ്ബർ ആക്ടിൽ നിയമമുണ്ട്, ചട്ടമുണ്ട്. ന്യായവില നിശ്ചയിക്കട്ടെ, കുറഞ്ഞ വില നിശ്ചയിക്കട്ടെ. ആ കുറഞ്ഞ വില എങ്ങനെയാണ് നിശ്ചയിക്കുന്നത്? ഉൽപ്പാദന ചെലവിൻ്റെയും മറ്റ് ജീവിത ചെലവിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ്. ലൈഫ് ഇൻഡെക്സ് പോലും നോക്കണം, മറ്റ് സോഷ്യൽ കാര്യങ്ങൾ വരെ നോക്കണമെന്നാണ് പറയുന്നത്. ഇതിനൊക്കെ വകുപ്പുണ്ടായിട്ട് ഈ വകുപ്പുകളൊക്കെ മറന്നുകൊണ്ട് ഇവിടെ ഈ ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും നടപടി സ്വീകരിക്കാതിരുന്നപ്പോൾ ഇപ്പോൾ ഏതായാലും കേന്ദ്ര ഗവൺമെൻറ് ആണല്ലോ, അന്നത്തെ കേന്ദ്ര ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്തവരാണല്ലോ UDF. ആ UDF ഗവൺമെൻറ് ആണല്ലോ ഇവിടെ ഭരിക്കുന്നത്. അവർക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. അന്ന് മിണ്ടാതെ, അന്ന് നടപടി സ്വീകരിപ്പിക്കാൻ പറ്റാതെ, അന്ന് ചെയ്ത തെറ്റായ കാര്യങ്ങൾ തടയാൻ കഴിയാതിരുന്ന ആ ഗവൺമെൻറ്റിൽപ്പെട്ട ആളുകൾ ഇന്ന് ചുമ്മാ വിലപിക്കുന്നതിൽ അർത്ഥമില്ല. ഇപ്പോൾ 5 രൂപ എന്ന് പറയുന്നു. ഇവിടെ വലിയ സമരങ്ങളുണ്ടായി. അങ്ങനെ വലിയ സമരങ്ങളുണ്ടായപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം 10-ാം തീയതി ഒരു സമരം ചെയ്തു. സെക്രട്ടറിന് അകത്ത് ഉപവസിക്കുമെന്ന് പറഞ്ഞു. സാറിന് പുറത്താണ് ഉപവസിക്കുന്നത്. ഞങ്ങളെ കയറ്റിയില്ല. പക്ഷേ അവിടെ വലിയ പ്രശ്നമായി. ഏതായാലും ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അടിയന്തരമായിട്ട് എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്നുള്ളതിന് ശക്തമായിട്ടുള്ള സമ്മർദ്ദം പല മേഖലയിൽ നിന്നുണ്ടായതിൻ്റെ ഭാഗമായിട്ട് ഇതും അതിനകത്ത് വന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും ഇന്ന് മന്ത്രിസഭ കൂടി 5 രൂപയ്ക്ക് കൂട്ടാമെന്ന് പറഞ്ഞു. പക്ഷേ അതുകൊണ്ട് വില വർദ്ധിക്കത്തില്ല. വില കാര്യമായിട്ട് വർദ്ധിക്കണമെങ്കിൽ ഒരു ന്യായവില നിശ്ചയിച്ച് എൻ്റെ അഭിപ്രായത്തിൽ ഒരു 200 രൂപയെങ്കിലും നിശ്ചയിക്കണം. അത് ഇപ്പോഴത്തെ ചെലവിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ നിശ്ചയിക്കണം. ഇല്ലെങ്കിൽ ഗവൺമെൻറ് കാണട്ടെ, അവരുടെ തീരുമാനം വരട്ടെ. അങ്ങനെ നിശ്ചയിച്ചിട്ട് ആ വിലയ്ക്ക് എടുക്കും എന്ന് പറഞ്ഞാൽ തന്നെ എടുക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ വില വർദ്ധിക്കും. കാരണം അത്യാവശ്യക്കാർ മാർക്കറ്റിലേക്ക് ഇറങ്ങി വാങ്ങാൻ തുടങ്ങും. പിന്നെ ശ്രീ PC തോമസ്, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ PC ജോർജ്, ഗവൺമെൻറ് ചീഫ്, ഇപ്പോൾ അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ PC ജോർജ്, ഇത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകളുണ്ട്. ഇപ്പോൾ തിരുത്തിയാൽ പോലും ഈ റബ്ബർ കർഷകരോട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ കാര്യങ്ങൾ പരിഹരിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അതിനുള്ള സൂചനകൾ കാണാനില്ല എന്ന് സംശയിക്കുന്നവരുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലെ റബ്ബർ മേഖലയെ സംരക്ഷിക്കാനുള്ള നടപടികളിൽ തന്നെയാണോ സംസ്ഥാന സർക്കാർ ഏർപ്പെട്ടിരിക്കുന്നത്? നാളത്തെ യാത്രയിലൊക്കെ ഇതിൽ വല്ല ഗുണകരമായ തീരുമാനങ്ങളും ഉണ്ടാകുമോ? ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം. ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്കുക. നമ്മുടെ റബ്ബറിന് വിലയിടാൻ കാരണം എന്താ? അന്താരാഷ്ട്ര മാർക്കറ്റിലെ വില ഇടിക്കുന്നത് മാത്രമല്ല, അനിയന്ത്രിതമായ ഇറക്കുമതിയാണ്. ആ ഇറക്കുമതി എന്ന് പറഞ്ഞാൽ ആകെ 60,000 ടൺ റബ്ബറാണ് ഇവിടെ കുറവുള്ളത്. അതിന് ഇപ്പോൾ സ്റ്റോക്ക് 3.5 ലക്ഷം ടണ്ണാണ്. ഇനി ബാക്കിയൂടെ ഇറക്കാൻ ഓർഡർ കൊടുത്തിരിക്കുക. ഈ 3.5 ലക്ഷം ടൺ റബ്ബർ ഇറക്കുമതി നടത്തിയത് നമ്മുടെ മൻമോഹൻ സിംഗ് എന്ന് പറഞ്ഞ വൃത്തികെട്ട ഒരു തെണ്ടിയായ ധനകാര്യമന്ത്രി ഇരുന്നപ്പോൾ അതിന് ചെയ്യുക. മൻമോഹൻ സിംഗിന് ഉത്തരവാദിത്വമുണ്ട്. ഞാൻ ആ വാക്കുകൾ ഉപയോഗിക്കുക. അത് കഴിഞ്ഞ് ഇപ്പോ മോഡി സന്തോഷമായി ബാക്കിയുടെ ഇറക്കുമതിക്ക് അനുവാദം കൊടുത്തിരിക്കുക. അത് റബ്ബർ ബോർഡിന്റെയും കുറ്റമുണ്ട്, അതിന്റെ വ്യവസായികളുടെ കച്ചവടമുണ്ട്. അന്താരാഷ്ട്ര മാർക്കറ്റിൽ വില കുറഞ്ഞെന്ന് പറയുമ്പോൾ നമ്മുടെ മലേഷ്യയിൽ നിന്ന് കൊടുത്ത റബ്ബർ നമ്മൾ ഈ കേരളത്തിലെ പിണ്ടിപ്പാലിന് തുല്യമായ പാല അത് ഇറക്കുമതി നടത്തുന്നത്.
എന്നിട്ട് 33% ടയറിനകത്ത് റബ്ബർ വേണമെന്ന് പറഞ്ഞിട്ട് സ്വാഭാവിക റബ്ബർ വേണം. നമ്മുടെ റബ്ബറാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് എടുക്കാതെ വ്യവസായികളും രാഷ്ട്രീയ നേതാക്കന്മാരും കൂടി നടത്തുന്ന കൊള്ളയും കച്ചവടമാണിത്. ഇന്നിപ്പോ തീരുമാനം ഉണ്ടായി എന്ന് പറഞ്ഞാൽ PC തോമസ് അവിടെ ഒരു 3 പേരെ വെച്ച് യാത്ര നടത്തിക്കൊണ്ടൊന്നുമല്ല. ഇവിടെ വളരെ ശക്തമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. വിശ്വാസത്തിലൊന്ന് കിടക്കുന്നതിന് ഭാര്യയിലൊക്കെ ഒന്ന് വരുന്ന മീറ്റിംഗ് ഒക്കെ എന്താണെന്നൊക്കെ ജനങ്ങൾക്കറിയാം. ഞാനത് പറയുന്നില്ല. ഇവിടുത്തെ പല സമുദായ നേതാക്കന്മാരും മത നേതാക്കന്മാരും ഉൾപ്പെടെ റോഡിൽ ഇറങ്ങി എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ നേതാക്കന്മാർ പുറകോട്ട് പോയതിന്റെ അർത്ഥം. അതുകൊണ്ടല്ലേ മത നേതാക്കന്മാർ മുൻവരുത്തി വന്നത്. ഇപ്പൊ 5 രൂപ കൂട്ടി വെക്കാൻ പോരാ. കഴിഞ്ഞ നിയമസഭാ സമ്മേളനം നടന്നത് വളരെ വ്യക്തമായി കോളേജ് അധ്യക്ഷൻ തിരിച്ചുകൊണ്ട് ഞാൻ തന്നെ പറഞ്ഞു 5 രൂപ കൂട്ടിയെടുക്കണം. അന്നും 2 രൂപ പറഞ്ഞു. ഈ UDF ഗവൺമെന്റ് നീതി കാണിച്ചില്ലെന്ന് എന്റെ അഭിപ്രായം. ഇപ്പോ കതിരെ കൊണ്ട് വളം വെക്കുക. അന്ന് 10 കോടി രൂപ കൊടുത്തിട്ട് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷനും 5 കോടി രൂപ കൊടുത്തു. റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ 5 കോടി രൂപയ്ക്ക് കുറെ റബ്ബർ എടുത്തിട്ട് 130 ടൺ വിറ്റു. ഒരു 3.5 കോടി രൂപ അവരുടെ കയ്യിൽ ഇരിപ്പുണ്ട്. മാർക്കറ്റിംഗ് ഫെഡറേഷൻ 250 ടൺ എടുത്തു, 2.5 കോടി രൂപ വിറ്റ് ഇനി അവരുടെ ഇരിപ്പുണ്ട്. അവരിന്ന് വിറ്റില്ലാതെ മര്യാദ കാണിച്ചു, റബ്ബർ സംഭരണം നിർത്തി. റബ്ബർ ഇല്ല കൊടുക്കാൻ. ചെയ്യേണ്ടത് എന്താ? ഈ PC തോമസ് പ്രതിപക്ഷത്തിരുന്നോട്ട് കരഞ്ഞിട്ട് കാര്യമില്ല. ഒരൊറ്റ നിമിഷം ശ്രീ PC ജോർജ്, ഞാൻ ഒന്ന് ഇടപെട്ട് ചോദിച്ചുകൊള്ളട്ടെ. നമ്മളിപ്പോൾ ഈ മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ കാലത്തെയും അതിനു മുമ്പ് നരസിംഹറാവു സർക്കാരിൻ്റെ കാലത്തുമൊക്കെ ഉണ്ടായിരിക്കുന്ന നയപരമായ തീരുമാനങ്ങളാണ് റബ്ബർ മേഖലയുടെ നടുപൊടിച്ചത് എന്ന് പറയുമ്പോൾ, അങ്ങനെ ആക്ഷേപിക്കുമ്പോൾ, കടുത്ത വാക്കുകൾ തന്നെ ഉപയോഗിച്ച് അധിക്ഷേപിക്കുമ്പോൾ, പക്ഷേ ഈ കാലത്തൊക്കെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താവുന്ന രാഷ്ട്രീയമായ ശക്തി ഉണ്ടായിരുന്നു. നമ്മുടെ പാർട്ടികൾ, നമ്മുടെ MLA-മാരടക്കമുള്ള ആളുകൾ അക്കാര്യത്തിൽ പ്രാപ്തരായ ആളുകളുമായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ട് അത് ചെയ്തില്ല എന്ന് ജനം ചോദിക്കുമ്പോൾ ഈ ദീർഘദൃഷ്ടിയില്ലായ്മയാണ് ഇതിന് കാരണമായത് എന്ന് സമ്മതിച്ചു കൊടുക്കേണ്ടി വരുമോ? ഇല്ല, ദീർഘദൃഷ്ടിയൊന്നുമല്ല. ഞാൻ കഴിഞ്ഞ 1.5 കൊല്ലമായിട്ട് ഇപ്പൊ ചിദംബരം എന്ന് വൃത്തികെട്ടവരെ ചെറുവിളിക്കുന്നതാ. പ്രധാനമന്ത്രി ആയതുകൊണ്ട് ആളെ എത്ര വിളിക്കുന്നത് മൗനി ബാബ. അയാളും ഇന്ത്യ തുളച്ചവനാ. എന്റെ അഭിപ്രായത്തിൽ എനിക്ക് അങ്ങനെ പേടിയൊന്നുള്ളതെന്നല്ല സത്യം പറയാൻ. ഇവിടെ ഇപ്പൊ എന്നാ പ്രശ്നം? റബ്ബറിന്റെ ഉൽപാദനത്തിൽ നോക്കി 1 കിലോ റബ്ബർ 140 രൂപ വരുന്നുണ്ട്. വെട്ടുകൂലി കുറയുന്നില്ല. റബ്ബർ തൈയുടെ വില കൂടുന്നില്ല. റബ്ബറിന്റെ വിലയില്ല. റബ്ബർ കൃഷിക്കാരൻ ആത്മഹത്യ ചെയ്തോണം. ആത്മഹത്യ ചെയ്യാൻ എനിക്ക് നേരമില്ല. ഞാൻ റബ്ബർ കൃഷിക്കാരനാണ്. ഇവിടുത്തെ കൃഷിക്കാരോട് എനിക്ക് അപ്പുറത്തേക്ക് ആത്മഹത്യ ചെയ്യാനില്ല, കൊല്ലാൻ തയ്യാറാകണം. അല്ലാതെ ആത്മഹത്യ ചെയ്യാൻ സൗകര്യമില്ലെന്ന് പറയണം. നമുക്ക് ഇവിടെ 150 രൂപയ്ക്ക് റബ്ബർ എടുക്കണം. അതിനൊന്നും പേടിക്കേണ്ട. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അങ്ങനെ തമാശ കളിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു വർഷം 600 കോടി രൂപയാണ് തമിഴ്നാടിലേക്ക് ടാക്സ് ആയിട്ട് ചെല്ലുന്ന റബ്ബർ കൃഷിക്കാരിൽ നിന്ന്. വിലസിനിമാബന്ധം ഉണ്ടാക്കി വെച്ചിട്ടുള്ള കേന്ദ്രത്തിന് 500 കോടി രൂപ അതിക്കോട്ട് റിലീസ് ചെയ്യണം. ഈ കൃഷിക്കാരന് ജീവിക്കട്ടെ. തീർച്ചയായും കൃഷിക്കാർക്ക് ഗുണകരമായ നടപടികൾ സ്വീകരിക്കുന്നതിലേക്ക് തന്നെ സർക്കാരിന്റെ നീക്കങ്ങൾ പോകുമെന്നാണ് കരുതേണ്ടത്. വളരെ നന്ദി ശ്രീ PC ജോർജ്. ശ്രീ പയസ് സ്കറിയ, ഇത്രമേൽ ശക്തമായ ഭാഷയിൽ, വാക്കുകളിൽ കർഷകർക്ക് വേണ്ടി നിൽക്കുന്ന രാഷ്ട്രീയ നേതൃത്വമുണ്ട്. ഈ പറഞ്ഞ 10-20 വർഷമായി ഈ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുകയാണെങ്കിൽ, നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ, യഥാർത്ഥത്തിൽ ഈ റബ്ബർ മേഖലയ്ക്ക് പ്രതിസന്ധി ഉണ്ട് എന്നത് ശരിയാണെങ്കിൽ, ഇത്ര ശക്തമായി വാദിക്കുന്ന രാഷ്ട്രീയ നേതൃത്വവും എല്ലാ നടപടികളും സ്വീകരിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന ഭരണകൂടങ്ങൾ കേന്ദ്രത്തിലും സംസ്ഥാനത്തും ഉണ്ടെങ്കിൽ പിന്നെയും നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് പ്രതിസന്ധി വരുന്നത്?